ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്ന ക്യാരറ്റ് ഹൽവയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒത്തിരി നേരം നമുക്കൊന്നും ഉണ്ടാക്കേണ്ട. അപ്പോൾ നമ്മൾ പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുകയാണെങ്കിൽ ഒരു 2-2.5 മണിക്കൂർ സമയം പിടിക്കും കേട്ടോ. ഇത് പക്ഷേ 1 മണിക്കൂർ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇവിടെ കല്യാണത്തിനൊക്കെ എങ്ങനെ നമുക്ക് കാജൻ്റെ ഹൽവ കിട്ടുന്നതെന്ന് വെച്ചാൽ സെയിം അതുപോലെ തന്നെ ഒത്തൻറ്റിക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം 2 കിലോ ഞാൻ ക്യാരറ്റ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. ഗ്രേറ്ററിനകത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 400 ഗ്രാം നമുക്ക് കോയ വേണം. എൻ്റെ സ്വീറ്റ് ആയിട്ടുള്ള കോയയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് സ്വീറ്റ്നെസ് ഇല്ലാത്തതാണെങ്കിൽ എടുക്കുവാണെങ്കിൽ 400 ഗ്രാം പഞ്ചസാര എണ്ണ. 2 kg റെസിപ്പി ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. 1 kg ആണ്. ഏറ്റവും ആദ്യം കടായിലേക്ക് നമുക്ക് എണ്ണയോ നെയ്യോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ക്യാരറ്റ് ആദ്യം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അടച്ച് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 2-3 വട്ടം നമുക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമുക്ക് ടോട്ടൽ നമുക്ക് 20 തൊട്ട് 25-30 മിനിറ്റിന് സമയം പിടിക്കും കേട്ടോ. ശരിക്കൊന്ന് വെള്ളമൊക്കെ വറ്റി വരാനായിട്ട്. വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് കണ്ട് എന്തുമാത്രം വെള്ളമാണ് ക്യാരറ്റിൽ നിന്ന് ഇറങ്ങി വന്നേക്കുന്നത്. ഒത്തിരി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കുറഞ്ഞു പോയതാ. ഇതിലും അധികം ഉണ്ടായിരുന്നു വെള്ളം കണ്ടോ. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. നന്നായി ഡ്രൈ ആയി വന്നതിന് ശേഷം വേണം നമുക്ക് നെയ്യകത്ത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അടച്ചാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കാണെങ്കിൽ അതിനകത്ത് നെയ്യ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാനാണെങ്കിൽ ഒരു 120 ഗ്രാം നെയ്യ് അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് അഥവാ നെയ്യുടെ ആവശ്യം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രം എക്സ്ട്രാ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യം നമ്മൾ കോയ ഇടുന്നില്ല ഇതിനകത്ത്. അത് കാരണം കൊണ്ട് അപ്പോൾ അതേ 120 ഗ്രാം ഞാൻ നെയ്യ് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഇതാണെങ്കിൽ നെയ്ക്കകത്ത് കടന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ അലുവയൊക്കെ വരക്കി നമ്മളിങ്ങനെ എടുക്കത്തില്ല. നന്നായി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെങ്കിൽ നന്നായിട്ട് കടായിനൊക്കെ വിട്ട് ആ പാകം വേണം കേട്ടോ. മോയ്സ്ചറെല്ലാം പോയി നല്ലതായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വരണം. ആ പാകം വേണം ആക്കാനായിട്ട്. ഇതിപ്പോൾ ആയിട്ടില്ല. എന്നാലും നമുക്കൊന്ന് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിക്കൊന്ന് പിടിക്കാതെ. ഇപ്പോൾ കണ്ടോ നെയ്യൊക്കെ നന്നായി തെളിഞ്ഞ് വെള്ളമെല്ലാം വറ്റി പാകത്തിനായി വന്നിട്ടുണ്ട്. നെയ്യിൻ്റെ ആവശ്യം ഇനി എക്സ്ട്രാ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്കാണെങ്കിൽ അതിനകത്ത് കോയ ഇട്ട് കൊടുക്കാം. കോയ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കോയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് നോക്കണം കേട്ടോ. എത്ര മധുരം ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം അതിനകത്ത് മധുരം ഇട്ട് കൊടുക്കാൻ. ഞാനാണെങ്കിൽ ഒരു 100 ഗ്രാം പഞ്ചസാര എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇച്ചിരി മധുരം എക്സ്ട്രാ കഴിക്കുന്ന അധികം താല്പര്യം കേട്ടോ. നമ്മളിപ്പോൾ ഹൽവ കഴിക്കുകയാണെങ്കിൽ ഇച്ചിരി അധികം മധുരമാണല്ലോ നല്ലത് ടേസ്റ്റിന് കഴിക്കാൻ. അപ്പോൾ ഞാൻ ഇച്ചിരി എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് എത്ര മതിയെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് എന്നിട്ട് അതിന് ശേഷം നമുക്കാണെങ്കിൽ കുറച്ച് ഏലക്ക പൊടിച്ചതും അതും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കടായിൽ നിന്നൊക്കെ വിട്ട് പാകത്തിനായി വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. നല്ല അടിപൊളി റെസിപ്പി കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നാളെ എന്തൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യമാണെന്ന് വെച്ചാൽ എന്നെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ കമൻറ്റിലൂടെ അറിയിക്കേണ്ടത് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.